ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെറ്റിനെ കുറിച്ചാണ്. സെറ്റ് എന്താണ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്റ്റ്. നല്ലോണം ഡിഫൈൻ ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ഒരു കൂട്ടത്തിനാണ് സെറ്റ് എന്ന് പറഞ്ഞത്. അതായത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സെറ്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകൾ 10 താഴെയുള്ള ഒറ്റ സംഖ്യകളാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ 10ന് താഴെയുള്ളത് 1, 2, 3, 5, 7, 9. 10 വരത്തില്ല, കാരണം 10ന് താഴെയുള്ള ഓഡ് നമ്പേഴ്സാണ്. 1 കഴിഞ്ഞ് 2 എന്താണ്? 2 ഈവൻ നമ്പേഴ്സ്. 3 എന്താണ്? ഓഡ്. 4 ഈവൻ നമ്പർ. അപ്പോൾ അത് 2ഉം 4ഉം വരത്തില്ല. അപ്പം 1, 3, 5 അങ്ങനെ ഈവൻ നമ്പേഴ്സ് മാത്രം വരും. ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് വരത്തില്ല, ഓഡ് നമ്പേഴ്സ് മാത്രം വരും. ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് വെച്ചാൽ 10ന് താഴെയുള്ള ഓഡ് നമ്പർ 9 വരെയുള്ള ഓഡ് നമ്പർ എഴുതുക. അതൊരു സെറ്റാണല്ലോ. അടുത്തത് 5 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. 5 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് നമ്മുടെ ഇന്ത്യയിലെ മോസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള എന്താണ് റൈറ്റേഴ്സിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ടാലൻറ്റഡ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം മാറുന്ന എങ്ങനെയാണ്? ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടാലൻറ്റഡ് എന്ന് പറയുന്ന അർത്ഥം മാറും. ചിലപ്പം ഒരു റൈറ്ററിൻ്റെ ടാലൻ്റ് എന്ന് പറയുന്നത് ചിലർ ആരുടെ എമോഷൻ എത്രത്തോളം നല്ലതായിട്ട് എക്സ്പ്രസ് ചെയ്തേക്കുന്നു, ചിലപ്പോൾ അതിനെയായിരിക്കും ടാലൻറ്റഡ് എന്ന് ഒരാൾ പറയുക. ഒരാൾ അതിൻ്റെ മറ്റെന്തെങ്കിലും ഒരു രീതിയായിരിക്കും. അപ്പം അത് എഴുതുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എഴുതുന്ന രീതിയിൽ. അപ്പോൾ അതിനെയായിരിക്കും, അങ്ങനെ എഴുത്തിൻ്റെ ഒരു ശൈലിയിലുള്ള മാറ്റത്തിനനുസരിച്ചായിരിക്കും ടാലൻറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് സെറ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ടാലൻ്റ് എന്ന് പറയുന്നത് പല രീതിയിൽ വേരി ചെയ്യും. ചിലർ റൊമാൻറ്റിക് ആയിട്ടുള്ള കഥ എഴുതുന്നതിലായിരിക്കും ടാലൻ്റ് ആയിരിക്കുക, ചിലർ സെൻറ്റിമെൻറ്റ്സ് ഉള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ എഴുതുന്നതായിരിക്കും കൂടുതലും ടാലൻ്റ്. ചിലർ പോയട്രി എഴുതുന്നതിലായിരിക്കും ടാലൻറ്റഡ്, ചിലർ ഷോർട്ട് സ്റ്റോറി എഴുതുന്നതിലായിരിക്കും ടാലൻറ്റ്. അപ്പോൾ ടാലൻ്റ് എന്ന് പറയുന്ന ആ കാര്യം, ആ പ്രോപ്പർട്ടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറിയിരിക്കും. അപ്പോൾ അത് നമുക്കൊരു സെറ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊരു സെറ്റല്ല. അടുത്തത് സെറ്റിൻ്റെ കുറച്ച് സവിശേഷതകളാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു സെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഓക്കെ, ദ ഓബ്ജക്റ്റ് ഓഫ് എ സെറ്റ് ഇസ് കോൾഡ് എലമെൻറ്റ്സ്. അപ്പം ഒരു സെറ്റിലെ എലമെൻറ്റ്സിന്, ആ ഒബ്ജക്റ്റിന് എന്ത് പറയും? എലമെൻറ്റ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? ദ ഓബ്ജക്റ്റ് ഓഫ് സെറ്റ് ഈസ് കോൾഡ് എലമെൻറ്റ്. ഇപ്പം ഞാനൊരു സെറ്റ് എഴുതിയാണ്, എ ഈസ് ഈക്വൽ ടു സെറ്റ്, എ ഈസ് ഈക്വൽ ടു സെറ്റ്, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. അപ്പം ഈ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സിന് ഏതൊക്കെയാണ് ഒബ്ജക്റ്റ്? 1, 2, 3. ഇതാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ആണല്ലോ സെറ്റിലെ, അപ്പോൾ അതിന് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1, 2, 3 ആണ് ഓബ്ജക്റ്റ്. ഓക്കെ, അതാണ് ദ ഓബ്ജക്റ്റ് ഓഫ് എ സെറ്റ് ഇസ് കോൾഡ് എലമെൻറ്റ്സ്. അടുത്തത് സെറ്റ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. എന്താണ് സെറ്റ്? എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റേഴ്സിലെയാണ് സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആട്ടോ. Set are denoted by capital letters. The elements of the set are represented by small letters A, B, P, Q, R. അങ്ങനെ ഏത് Z വരെയുള്ള ഏത് ലെറ്റേഴ്സും സ്മോൾ ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. അടുത്തത്, ഇഫ് P is an element of a set, P ഇത് സ്മോൾ പി ആണ്. എലമെൻറ്റിന് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് പറയും, സെറ്റിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് പറയും, പി. അപ്പോൾ ഈ സ്മോൾ പി ഈസ് എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ പി, വി സേ ദാറ്റ് എന്താണ്? പി ബിലോങ് ടു പി. പി ബിലോങ് ടു പി എന്ന് പറയും. അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? പി ബിലോങ് ടു ക്യാപിറ്റൽ പി. അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ബി ബിലോങ് ടു ക്യാപിറ്റൽ പി represented by P small p belong to capital P എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി അടുത്തത്
ഇഫ് ക്യൂ ഈസ് നോട്ട് ബിലോങ് ടു പി, ഇപ്പോൾ ക്യൂ പിയിലെ എലമെൻ്റ് അല്ലെന്നിങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും, ക്യൂ നോട്ട് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ. ഓക്കെ, ക്യൂ നോട്ട് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ അല്ല ക്യാപിറ്റൽ പി. ക്യാപിറ്റൽ ക്യൂ അല്ല ക്യാപിറ്റൽ പി. പിയിലെ എലമെൻ്റ് അല്ല എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്യൂ നോട്ട് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ പി. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ എന്താണ്? ഇപ്പോൾ ഒരു സെറ്റ് തന്നിരിക്കുകയാണ്, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഇപ്പോൾ അതിൻ്റെ 3 എലമെൻ്റാണ് സെറ്റ് 1 2 3. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 1 എന്ന് പറയുന്നത് ഉണ്ടല്ലോ, എയിലുണ്ട്. അപ്പോൾ അതിന് 1 ബിലോങ് ടു ക്യാപിറ്റൽ എ എന്ന് കൊടുക്കാം. അടുത്തത് 4 ഉണ്ടോ? 4 ഇല്ല. അപ്പോൾ 4 ഇല്ലാത്തത് കൊണ്ട് അതിന് 4 നോട്ട് ബിലോങ് ടു ക്യാപിറ്റൽ എ എന്ന് പറയാം. എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ, ആ സെറ്റിൻ്റെ പേരാണ് എ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10, 10 താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ് എഴുതിയിരിക്കുന്നത്. സെറ്റ് 1 3 5 7 9. അടുത്തത് 5 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. മോസ്റ്റ് ടാലൻറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു സെറ്റല്ല, കാരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടാലൻറ്റിൻ്റെ അർത്ഥവും മാറുന്നുണ്ട്. ഓക്കെ, അപ്പം ചിലപ്പോൾ പോയട്രിക്കൽ ടാലൻറ്റഡ് ആയിട്ടുള്ളവരൊക്കെ റൈറ്റേഴ്സ്, ചിലപ്പോൾ ഷോർട്ട് സ്റ്റോറി ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ നോവലിലായിരിക്കാം. അപ്പം നമുക്കപ്പോൾ അത് ആ ടാലൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാനേ പറ്റത്തുള്ളൂ. ഒരു കോമൺ പ്രോപ്പർട്ടി അല്ല. എപ്പോഴും സെറ്റിൽ എഴുതുന്ന എന്തിനും ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കാം. ടാലൻറ്റ് വേരി ചെയ്യുന്നത് കൊണ്ട് അതൊരു സെറ്റല്ല. അടുത്തത് ദ ഓബ്ജക്റ്റ് ഇസ് എ സെറ്റ്. ദ ഓബ്ജക്റ്റ് ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ്. സെറ്റിലെ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് പറയും? എലമെൻറ്റ്സ് എന്ന് പറയും. അതായത് സെറ്റ് എയിലെ എലമെൻറ്റ്സ് ആണ് 1 2 3. അടുത്തത് സെറ്റ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. എലമെൻറ്റ്സ് സ്മോൾ ലെറ്റേഴ്സിലും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. എലമെൻറ്റ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? എ ബി സി സ്മോൾ ലെറ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യും. അടുത്തത് ഒരു എക്സാമ്പിളാണ്, ഇഫ് പി ഈസ് എലമെൻറ്റ് ഓഫ് സെറ്റ് പി. എക്സാമ്പിൾ അല്ല, അതിനെ എങ്ങനെ നമ്മൾ പറയും? ഇപ്പോൾ പി, സ്മോൾ പി ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? വി സേ ദാറ്റ് പി ബിലോങ് ടു പി എന്ന് പറയും. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും പി ബിലോങ് ടു പി. അടുത്തത് ഇഫ് ക്യൂ ഇസ് ബിലോങ് ടു പി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ക്യൂ പി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആണെങ്കിൽ സ്മോൾ ക്യൂ നോട്ട് എലമെൻ്റ് അല്ല എന്ന് പറയുന്നത് നോട്ട് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ പി. അടുത്തത് എക്സാമ്പിളാണ്, ഇപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 സെറ്റ് 1 2 3 ആണ്. അപ്പോൾ അതിൽ A1 എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണ്, അതുകൊണ്ട് 1 എലമെൻ്റ് ഓഫ് എ എന്ന് എഴുതി. 4 എലമെൻ്റ് അല്ല, അതുകൊണ്ട് 4 നോട്ട് ബിലോങ്സ് ടു എ എന്ന് എഴുതി. എലമെൻ്റ് എന്നും പറയാം, ബിലോങ്സ് ടു എന്നും പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.